ഹലോ ഗൈസന്മാരെ, നമ്മുടെ കാർ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫേവറേറ്റ് ലിസ്റ്റിലിട്ട വണ്ടികൾ മാത്രമേ കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് ഫ്രീ കാറിലേക്കാണ്. ഇതെനിക്ക് കാർ സെല്ലിൽ നിന്ന് വെറും 4 രൂപയ്ക്ക് കിട്ടിയത്. പിന്നെ ഇത് എനിക്ക് ഫ്രീ കാറിൽ തന്നെയാണ്, പക്ഷേ ഇതെനിക്ക് എഴുതി വയ്ക്കുന്നത് കാർ സെല്ലിൽ പറഞ്ഞിട്ട്. ഇത് പിന്നെ ഒരു ആംബുലൻസ് രീതിയിൽ ഞാൻ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഈ സ്പോയിലർ പോകുന്നില്ല, സ്പോയിലർ ബോഡി കിറ്റിൽ പോയി കാണിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ഇട്ട്. പിന്നെ ഈ താറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെക്കൻഡ് അക്കൗണ്ടാണ്. ഞാൻ കാശെല്ലാം ഒന്ന് മാറ്റി വെച്ചതാണ്. കോയിലെല്ലാം ഞാൻ വണ്ടി മോഡിഫൈ ചെയ്ത് അതും ഇതൊക്കെ കയറ്റി തീർത്താണ്. കാശിൽ ഞാൻ വണ്ടി മോഡിഫൈ ചെയ്ത് തീർത്താണ്. എന്നിട്ട് പിന്നെ ഇതാണ്. ഇതിലൊന്നും ഞാൻ ഒത്തിരി വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വർക്ക്. ഇത് പിന്നെ ജിപ്സി പോലത്തെ ഒരു വണ്ടി. ഇത് പിന്നെ ഞാൻ ആംബുലൻസ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആംബുലൻസ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇത് കൊണ്ടിരിക്കുന്നത് ഒരു 1 രൂപയ്ക്ക് കടലിൽ കിട്ടിയിരുന്നു. ഇതിൻ്റെ ഡോറിനും ഉണ്ട്. ഇതവൻ 88 ഇതെങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ണൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. വിങ്സിൻ്റെ ഇത് ഞാൻ ഒത്തിരി മേടിക്കാൻ ചെയ്യത്തില്ലേ. ഇന്ന് സിവിക്ക് ഇറങ്ങും. പിന്നെ ബമ്പർ ഇന്ന് രാവിലെ 2 മാറ്റിയായിരുന്നു. അങ്ങനെയാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. പിന്നെ ഇതൊന്നും എനിക്ക് LC കൊടുത്തിട്ട് ഞാൻ മേടിച്ചത്. എനിക്ക് LC ഒത്തിരി ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അംബാസഡർ ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടി മേടിച്ചിട്ടേക്കാണ്. പിന്നെ പോളോ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം നല്ല ഫ്രണ്ടിന്. പിന്നെ ഇത് റേഞ്ചർ റോവർ. പിന്നെ ഈ വണ്ടി ഇപ്പം ഞാൻ സ്നോയിൽ കൊണ്ടുപോയിട്ട് അതേപോലെ ബ്ലാക്ക് ക്രൂസർ കിട്ടും. പിന്നെ ബെൻസ്, കേരള. പിന്നെ ഈ വണ്ടി ഇത് പിന്നെ നമ്മളെ M5 ഇറങ്ങാനാണ്. M5 ഇറങ്ങേണ്ട ബമ്പറൊക്കെ ഞാൻ മാറ്റി. കുറച്ച് വല്ല എടുക്കണം. നമുക്ക് തെറ്റാക്കാം. ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ സ്റ്റോക്കാണ്. ഞാൻ നോക്കാറില്ല. നോക്കട്ടെ, എവിടെയാണ് ഈ ഇത് സ്റ്റോക്കാണ്. അയ്യോ ഇത് സ്റ്റോക്കല്ല, ഇത് ഞാൻ ഫേവറേറ്റിൽ ഇടാൻ പറഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതായിരുന്നു, പക്ഷെ ഇത് ഞാൻ ആ സ്റ്റോക്കിൽ തന്നെ അല്ല. ഞാൻ ഈ സാധനം നേരത്തെ സ്റ്റോക്കിലായിരുന്നു കൊണ്ട് കിടന്നിരുന്നു. അപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഞാൻ എനിക്ക് കർഷകയിൽ എനിക്ക് കിട്ടുന്നു. കേട്ടിട്ടുള്ളൂ. സബ്സ്ക്രൈബർ മച്ചാൻ്റെ കയ്യിൽ വലുതായിട്ട് വണ്ടിയൊന്നുമില്ല, എന്നാലും അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നൊരു വണ്ടിയാണ്. എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ, അതായത് എൻ്റെ 1ാമത്തെ സബ്സ്ക്രൈബർ എനിക്ക് ചെയ്തു തന്ന വണ്ടിയാണ്. സൂപ്പറാട്ടോ. നല്ല അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ മച്ചാൻ തന്നുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. 2 വെബ്സൈറ്റ് പോലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇത് സ്റ്റോക്കായിരുന്നു, മച്ചാൻ തന്നതല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഞാൻ ഇട്ട്. ഇത് സ്റ്റോക്ക് ഇട്ടേക്കുന്ന നമ്പറായിരുന്നു. ഇതല്ലേ ഇട്ടേക്കുന്ന നമ്പർ. ഈ നമ്പർ നമ്പർ പ്ലേറ്റ് അവൻ ലൈറ്റ് ഇതാണ് വെച്ചേക്കുന്നത്. ഞാൻ എൻ്റെ എപ്പോഴും ക്ലാസ്സിൽ വല്ലതും അടിക്കണമല്ലോ. ബ്ലാക്ക് ബോയ്. ഓക്കെ, നമുക്ക് നെഞ്ച്
ലോക്കൊക്കെ അടിച്ചത് നമ്മൾ സബ്സ്ക്രൈബർ പറ്റാവുന്നതുകൊണ്ട് നമുക്ക് വലിയ സിനിമ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഓൺലൈനിൽ പോകണ്ട. നമ്മുടെ മച്ചന്മാരൊന്നും വണ്ടിയൊന്നും നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മൾ വിൽക്കത്തില്ല. നമ്മുടെ മച്ചന്മാരൊന്നും വണ്ടിയ അവർ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്ന അടിക്ക് നമുക്കിതൊക്കെ ഫ്രീ കാർ പരസ്യം കണ്ടൊക്കെ മേടിക്കാം. ചിലവർ ഫ്രീ കാറും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി മേടിക്കുന്നവരുണ്ട് പരസ്യം കണ്ട് മേടിക്കാറ്. അവരെപ്പോലുള്ളവരൊക്കെ ഒക്കെ തരുമ്പോഴത്തേക്കും പട്ടി ഈ പട്ടിക്ക് എന്തുവാ? ഞാൻ എപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഞാൻ തണുപ്പെന്നാണ് വിളിക്കുന്നത്. തണുപ്പ് നമുക്ക് ഇതാണ് നമ്മുടെ കയറിൻ്റെ ഇൻറ്റീരിയർ. ഈ ഗെയിമുകാർ ഏറ്റവും കൂടുതൽ പുതിയ അപ്ഡേറ്റിൽ പ്രശ്നമാണ് ഓട്ടോ ബാക്ക്. എൻ്റെ അമ്മച്ചി ഓട്ടോ ബാക്ക് കസ്റ്റങ്ങളെല്ലാവരും ശ്രമിക്കുക. ആ ലോഗിൻ ചെയ്യാതെ കയറി വന്നത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഫസ്റ്റ് അക്കൗണ്ട് ഇപ്പോൾ ഞാൻ കളിക്കും. ലോഗിൻ ചെയ്യാതെ അറിയാതെ വീഡിയോ മറിപ്പോയത് ക്ഷമിക്കണം ഗൈസ്. അറിയാതെ വീഡിയോ മറിപ്പോയത്. വണ്ടി രണ്ടും ഒരേപോലത്തെ അതിനകത്ത് കിടക്കണം. ക്ഷമിക്കുക. സോ ഗൈസ് നിങ്ങൾ പറയണമെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ആംബുലൻസിൻ്റെ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാരവാനൊക്കെ വേണമെങ്കിൽ പറയൂ ഗൈസ്. അമ്മയിലൂടെ ഫോട്ടോ എടുക്കട്ടെ. അമ്മയിലിടാൻ വേണ്ടി ഫോട്ടോ എടുക്കണം. ഇത് ഞാൻ ആംബുലൻസ് ടീമിലാണ് കരുണ. ഇത് ഞാൻ ആംബുലൻസ് ഇതൊക്കെ ഞാൻ ഷൂട്ടിന് വേണ്ടി ചെയ്തതായിരുന്നു. ഇതെന്തിനാണ് ഞാനിന്ന് ചെയ്തത്? അല്ല ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടി ചെയ്തതല്ല. അല്ല എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരുത്തനെ പറ്റിച്ചൊരു കാർ സ്വന്തമാക്കിയാണിത്. അപ്പോൾ അവന് പോകാൻ വേണ്ടി വണ്ടി റെഡിയാക്കണമായിരുന്നല്ലോ. അവനെ പിടിക്കാതെ ഞാനൊന്ന് പണിതെടുത്ത് വേണ്ടി